നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹിന്ദി ആദ്യമായി പഠിക്കുന്ന, അതായത് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കായിട്ടുള്ളതാണ്. നാം ഇന്നത്തെ ക്ലാസ്സിൽ ഹിന്ദിയിലെ ചില അടിസ്ഥാനപരമായ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കാദ്യം ഹിന്ദിയിൽ എങ്ങനെയാണ് നമ്മെ സംബോധന ചെയ്യുന്നത് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു, ഇത് ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്, വലിയ കുഞ്ഞുങ്ങൾക്കുള്ളതല്ല കേട്ടോ. അപ്പോൾ ഹിന്ദി ആദ്യമായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. നാം എങ്ങനെയാണ് നമ്മെ ഹിന്ദിയിൽ സംബോധന ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈ ഞാൻ എന്ന വാക്കിന് ഹിന്ദിയിൽ ഏത് ശബ്ദമാണ് ഉപയോഗിക്കുക? എന്താണ്? അതെ, മേം എന്നാണ് അല്ലേ? മേം എന്നാണ്. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഐ എന്നാണ്. എന്താണ്? ഐ എന്നാണ്. അപ്പം നോക്ക്, നമ്മൾ ആദ്യത്തെ ഒരു വാക്ക് പഠിക്കുകയാണ്, മേം. മേം എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഐ എന്നാണ് അല്ലേ? നിങ്ങൾ ഈ ഐ എന്ന വാക്കൊക്കെ പഠിച്ചിട്ടില്ലേ? ഈ ഐക്ക് ഹിന്ദിയിൽ എന്താ പറയുക? മേം എന്നാണ് പറയുന്നത്. ഈ മേം എന്ന വാക്ക് പഠിച്ചു കഴിഞ്ഞോ? ഇനി അടുത്ത വാക്ക് നോക്കിക്കേ, തു. അടുത്ത വാക്ക് എന്താണ്? തു. തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? അതെ, യു എന്നാണ്. തു എന്നാൽ യു. ഹിന്ദിയിലെ ഈ തു എന്ന വാക്കിനെ നാം മലയാളത്തിൽ നീ എന്നാണ് പറയുക. എന്താണ്? നീ. തു എന്ന് വെച്ചാൽ എന്താണ്? നീ എന്നാണ്. ഈ തുവിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? യു എന്ന് പറയും. ഈ വാക്ക് പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം, തും. തും എന്ന വാക്കിന് ഇംഗ്ലീഷിൽ യു എന്ന് തന്നെയാണ് പറയുക. ഈ തും എന്ന വാക്കിനെ മലയാളത്തിൽ നാം എന്താ പറയുക? നിങ്ങൾ എന്നാണ് പറയുക. എന്താണ്? നിങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്ത വാക്ക് നോക്കൂ, ആപ്പ്. ഈ ആപ്പ് എന്ന വാക്കിനെയും ഇംഗ്ലീഷിൽ നാം എന്താ പറയുക? യു എന്നാണ് പറയുക. ഈ ആപ്പ് എന്ന വാക്കിനെ നാം മലയാളത്തിൽ താങ്കൾ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുക? താങ്കൾ. നോക്കുക, നമ്മൾ മേം എന്ന വാക്ക് കണ്ടു, തു എന്ന വാക്ക് കണ്ടു, തും എന്ന വാക്ക് കണ്ടു, അതുപോലെ ആപ്പ് എന്ന വാക്ക് കണ്ടു. മേം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്, തു എന്ന വാക്കിൻ്റെ അർത്ഥം നീ എന്നാണ്, തും എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ എന്നാണ്, ആപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം താങ്കൾ എന്നാണ്. ഇതെല്ലാം മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത വാക്കുകൾ നോക്കാം. അടുത്ത വാക്ക് യഹ്. നോക്കിയേ, ഈ യഹ് എന്ന വാക്ക്, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹി, ഷീ, ദിസ്, ഇറ്റ്. അതിന് മലയാളത്തിൽ എന്തൊക്കെയാ പറയാ? ഇവൾ, ഇവൻ, ഇത്. നോക്കിയേ, എന്തൊക്കെയാ പറയാ? യഹ് എന്ന വാക്കിന് ഇവൾ എന്നും ഇവൻ എന്നും ഇത് എന്നും പറയും. യഹ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? എന്തൊക്കെയാണുള്ളത്? ഹി, ഷീ, ദിസ്, ഇറ്റ്. ഇവൾ, ഇവൻ, ഇത്. അടുത്തത് വഹ് എന്ന വാക്ക്. ഈ വഹ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കിക്കേ. അതിനും അർത്ഥം എന്തൊക്കെയാണ്? ഹി, ഷീ, ദാറ്റ്, ഇറ്റ്. നോക്കിക്കേ, വഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ഹി, ഷീ, ദാറ്റ്, ഇറ്റ്. ഇവിടെ നോക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞു യഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇവൾ, ഇവൻ, ഇത് എന്നാണെന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ ഇവിടെ വഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തോ മലയാളത്തിൽ? അവൾ, അവൻ, അത്. എന്തൊക്കെയാണ്? വഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൾ, അവൻ, അത് എന്നാണ്. യഹ് എന്ന വാക്ക് കൊണ്ട് ആരെ ഉദ്ദേശിക്കുക? അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയും അതുപോലെ വഹ് എന്ന വാക്ക് കൊണ്ട് കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾക്കാരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് നോക്കിക്കേ, യേ. യേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദീസ് എന്നാണ് കേട്ടോ. എന്താണ്? യേ എന്ന വാക്കിൻ്റെ അർത്ഥം ദീസ് എന്നാണ്. ഇവർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് നോക്കിയേ, വേ. വേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദേ അല്ലെങ്കിൽ ദോസ്. എന്താണ്? ദേ അല്ലെങ്കിൽ ദോസ്. വേ എന്ന വാക്കിന് മലയാളത്തിൽ എന്താ പറയുക? അവർ. എന്താ പറയുക? അവർ, അവ എന്നൊക്കെയാണ് പറയുക കേട്ടോ. ഇനി അടുത്ത വാക്ക് നോക്കാം, ഹം. നോക്ക്, ഹം എന്താണ്?
അതെ, ഹം. ഹം എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾ, നമ്മൾ എന്നൊക്കെയാണ് പറയുക അല്ലേ. ഹം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ നാം എന്താ പറയുക? വി എന്ന് പറയും. മലയാളത്തിലോ ഞങ്ങൾ എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. വളരെ ചെറിയ വാക്കുകളാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. നോക്കുക, അടുത്ത വാക്ക് എന്താണ്? ഇതൊന്ന് വായിച്ചേ. അതെ, ഹേ എന്നാണ് അല്ലേ. ഈ ഹേക്ക് നാം എന്താ ഇംഗ്ലീഷിൽ പറയുക? ഈസ് എന്നാണ്. എന്താണ്? ഈസ്. ഈ ഈസിന് എന്താ മലയാളത്തിൽ പറയുക? ആണ് അല്ലെങ്കിൽ ആകുന്നു. നമ്മൾ പറയില്ലേ ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് എന്നൊക്കെ പറയില്ലേ? അതിന് പകരം എന്താ യൂസ് ചെയ്യുക? ഈസിന് പകരം എന്താ യൂസ് ചെയ്യുക? ഹിന്ദിയിൽ എന്താ യൂസ് ചെയ്യുക? അതെ, ഹേ എന്നാണ്. അപ്പോൾ ഈ ഹേയുടെ അർത്ഥം എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ പറയും ഹീ ഈസ് എന്ന് വെച്ചാൽ എന്താ? അവനാണ് അല്ലെങ്കിൽ അവനാകുന്നു എന്നാണ് അർത്ഥം. ഇവിടെ നോക്കിക്കേ, ഹേയുടെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞേ? ഈസ്. ഈസിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് കേട്ടോ. അടുത്ത വാക്ക് ഹൈം. നോക്കി, ഈ ഹൈമിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ആർ എന്നാണ് പറയുക അല്ലേ. ആർ. ഈ ആറിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. നോക്കുക, ഹൈം. ഹൈം എന്ന് വെച്ചാൽ എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞു ഈസ്. ഈസ് എന്താണ്? ആണ് അല്ലേ, അല്ലെങ്കിൽ ആകുന്നു. അതിന് ഹിന്ദിയിൽ എന്താ പറയുക? ഹേ എന്ന് പറയും. അടുത്ത വാക്ക് നോക്ക്. അടുത്ത വാക്ക് ഹൂം. ഈ ഹൂമിന് നാം ഇംഗ്ലീഷിൽ എന്താ പറയുക? ആം എന്നാണ് പറയുക. ഈ ആമിൻ്റെ അർത്ഥം എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. നോക്ക്, ഹേ, ഹൈം, ഹൂം. ഇതിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് തന്നെയാണ് കേട്ടോ. ഹേയുടെ അർത്ഥം ഈസ് എന്നും ഹൈമിൻ്റെ അർത്ഥം ആറെന്നും ഹൂമിൻ്റെ അർത്ഥം ആം എന്നുമാണ്. ഐ ആം എന്ന് പറയില്ലേ? അതുപോലെ ഐ കഴിഞ്ഞിട്ട് നമ്മൾ ആം എഴുതില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹൂം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? നാം ഇന്ന് പഠിച്ച ഈ ചെറിയ വാക്കുകൾ എല്ലാവരും നന്നായി ഒന്ന് എഴുതി പഠിക്കുക, അതുപോലെ നന്നായി മനസ്സിലാക്കി വെക്കുക. നമുക്കിനി ഈ ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയാലോ? നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു മേമിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു? ഞാൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ ആണ്, ഞാനാണ് എന്നെങ്ങനെ പറയാൻ പറ്റും ഹിന്ദിയിൽ? എങ്ങനെ പറയുക? ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ. ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? നമ്മൾ ഐ ആം എന്ന് പറയും അല്ലേ. ഐ ആം. ഇതിന് ഹിന്ദിയിൽ എന്താ പറയുക? എന്തായിരിക്കും പറയുക? മേ ഹൂം. എന്താണ്? മേ ഹൂം. മേമിൻ്റെ അർത്ഥം ഐ എന്നും ആമിൻ്റെ അർത്ഥം എന്തോ നമ്മൾ പറഞ്ഞത്? ഹൂം എന്നുമാണ്. ഐ ആം എന്ന് വെച്ചാൽ എന്താണ്? മേ ഹൂം, ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇനി ഇതുപോലെ അടുത്തൊരു ചെറിയൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞങ്ങൾ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ആകുന്നു. ഇതെങ്ങനെയാ ഹിന്ദിയിൽ എഴുതുക? ഇംഗ്ലീഷിൽ എന്താ പറയുക? എന്താണ്? ഞങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? വി എന്ന് പറയും അല്ലേ. ഞങ്ങളാണ്, വി ആർ അല്ലേ. ഞങ്ങളാകുന്നു, വി ആർ. ഇതിന് നമ്മൾ എങ്ങനെ ഹിന്ദിയിലേക്ക് എഴുതുക? ഈ ഞങ്ങൾ എന്ന വാക്കിന് ഹിന്ദിയിൽ എന്തായിരിക്കും പറയുക? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എന്താ പറയുക? അതെ, ഹം. എന്താണ് പറയുക? ഹം എന്നാണ് പറയുക. അപ്പോൾ ആകുന്നു എന്നാണെങ്കിലോ? ഹം ഹൈം അല്ലേ. ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങളാകുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചെറിയ സെൻറ്റൻസ് നോക്കിയാലോ? താങ്കളാണ് അല്ലെങ്കിൽ താങ്കളാകുന്നു. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്ക്, യു ആർ അല്ലേ. യു ആർ എന്ന് വെച്ചാൽ എന്താണ്? താങ്കളാണ് അല്ലെങ്കിൽ താങ്കളാകുന്നു എന്ന് പറയും. അടുത്തൊരു സെൻറ്റൻസ് നോക്കിക്കേ. താങ്കൾ ആണ്. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് എഴുതുക? താങ്കൾ. താങ്കൾ എന്ന വാക്കിന് നാം ഹിന്ദിയിൽ എന്താ പറയുക? ആപ് എന്നാണ് പറയുക അല്ലേ. താങ്കൾ ആകുന്നു അല്ലെങ്കിൽ താങ്കൾ ആണ്. എങ്ങനെ എഴുതും? ആപ് ഹൈം. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക? യു ആർ. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ഹീ ഈസ്. ഈ ഹീ ഈസ് എന്ന വാക്കിനെ നമ്മൾ ഹിന്ദിയിൽ
വഹ് ഹേ എന്നും യഹ് ഹേ എന്നും എഴുതും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹി എന്ന വാക്കിന് വഹ് എന്നും യഹ് എന്നും പറയുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഹി ഈസ് എഴുതുമ്പോൾ എന്തൊക്കെ എഴുതാം? വഹ് ഹേ എന്നും യഹ് ഹേ എന്നും എഴുതാം. അവനാണ് അല്ലെങ്കിൽ ഇവനാണ്, ഇവനാകുന്നു എന്നൊക്കെ എഴുതാം. അടുത്തത് ഷീ ഈസ്. ഷീ എന്ന് വെച്ചാൽ എന്താണ്? അവൾ അല്ലെങ്കിൽ ഇവൾ. ഇവൾ ആണ് അല്ലെങ്കിൽ ഇവളാകുന്നു. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാം? വഹ് ഹേ യഹ് ഹേ. അടുത്തത് ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താണ്? അതും വഹ് ഹേ യഹ് ഹേ. ഈ ഇറ്റിൻ്റെ അർത്ഥം എന്താണ്? വഹ് അല്ലെങ്കിൽ യഹ് എന്നൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ അടുത്തത് നോക്കിയേ, വേ. വേ എന്ന് വെച്ചാൽ എന്താണ്? ദേ എന്നാണ് അല്ലേ. അപ്പോൾ അവർ ആണ് അല്ലേ, അവരാകുന്നു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? വേ ഹൈം എന്ന് എഴുതാം. അവർ ആകുന്നു അല്ലെങ്കിൽ അവരാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അടുത്തൊരു ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.